ഹലോ. വേദനയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആവശ്യം എന്താണ്? എത്രയും പെട്ടെന്ന് അയാളുടെ വേദന മാറുക എന്നതാണ് അയാളുടെ ആവശ്യം. കാരണം പെയിന് നമുക്ക് അങ്ങനെ ബെയർ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ടാണല്ലോ ഒരു ഡോക്ടറെ അടുത്ത് വരുന്നത്. പെയിൻ കില്ലേഴ്സ് നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറുമില്ല. അപ്പം ഇവിടെയാണ് പഞ്ചകർമ്മയുടെയും മർമ്മത്തിന്റെയും ഒരു പ്രസക്തി വരുന്നത്. പഞ്ചകർമ്മ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു വേദനയുടെ പ്രധാന കാരണം, ബേസിക് കാരണം എന്താന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വേദന വരുന്നത് മസിൽസിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടായിട്ടാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് വഴി ആ ഒരു വീക്ക് ആയിട്ടുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ ബൾജ് ആയിട്ടുള്ള ഡിസ്കിന്റെ ആ ഒരു ബൾജിങ്ങിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന് കുറച്ച് സമയമെടുക്കും. ഇത് ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ മാറുന്നതല്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസം, അല്ലെങ്കിൽ 7 ദിവസം, 14 ദിവസം, 21 ദിവസം, ആ ഒരു കാരണത്തിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് ഇത് കുറച്ചൊരു സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇവിടെയാണ് മർമ്മ ചികിത്സയുടെ പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മർമ്മ ചികിത്സ വഴി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടി പറ്റും. പേഷ്യന്റിന് ആ ഒരു വേദനയുള്ള സ്ഥലത്ത് നമ്മൾ മർമ്മം പ്രയോഗിക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടുകയും പേഷ്യന്റിന് സ്റ്റേബിൾ ആവുകയും ചെയ്യും. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ, ഞാൻ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് വേദനയുള്ള സ്ഥലത്ത് മർമ്മം പ്രയോഗിച്ച് അവരൊന്ന് സ്റ്റേബിൾ ആക്കി, പിന്നീട് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ചെയ്ത് അതിന്റെ ബേസിക് കാരണം, മൂല കാരണം എന്താണോ അതിനെ ഇല്ലാതാക്കി, അങ്ങനെയാണ് എന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാറുള്ളത്. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിലീഫ് കിട്ടുകയും ചെയ്യും, എന്നാൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഇല്ലാതാവുകയും ചെയ്യും. ഇതാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റും മർമ്മ ട്രീറ്റ്മെന്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മർമ്മ ട്രീറ്റ്മെന്റ്സ് മാത്രം വെച്ചിട്ട് പിന്നെ വേദനയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് മാത്രം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യുന്നത് പഞ്ചകർമ്മയും മർമ്മവും കൂടി കൂട്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിലീഫും, എന്നിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം കണ്ടെത്തി അതിന്റെ കംപ്ലീറ്റ് റിലീഫുമാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. താങ്ക് യു.